Good morning, dears. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിവിലേജസ് പറഞ്ഞു. ആ പ്രിവിലേജസിന് തൊട്ടു താഴെയായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രോപ്പർട്ടീസും ഫണ്ട്സുകളും എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ പറയുന്നുണ്ട്. ആ ആക്റ്റിൽ പറയുന്ന സെക്ഷൻ 55 മുതൽ 62 വരെയുള്ള റൂൾസുകളാണ്, സെക്ഷൻസുകളാണ് നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സിൽ പറയാനുള്ളത്. റൂളുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂളിൽ പറയുന്നത് റൂൾ നമ്പർ 53 മുതൽ 63 വരെ. അപ്പോൾ ഓരോ പോയിന്റുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. കാരണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളണ്ടറി ഫോർമേഷനാണ് അല്ലേ, ഫോർ ദി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആൻഡ് ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ ഒരു ഇക്കോണമിയിൽ ഒരു സൊസൈറ്റിയിൽ ഫോം ചെയ്യുന്നത്. അതിലുള്ള മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ നിന്നും അത് കളക്ട് ചെയ്യുന്ന ഫണ്ട്, ആ ഫിനാൻഷ്യലായിട്ടുള്ള ഫണ്ടുകൾ വളരെ ഇഫക്റ്റീവായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സുകളും എടുത്തെങ്കിൽ മാത്രമാണ് സൊസൈറ്റി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇക്കണോമിക്കലി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇക്കണോമിക്കലി ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഫണ്ടുകൾ, പ്രോപ്പർട്ടീസുകൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഏതെല്ലാം രീതിയിലാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ വളരെ കൃത്യമായിട്ട് റൂൾസുകളും സെക്ഷൻസുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഫസ്റ്റ് വൺ പറയുന്നതാണ് സെക്ഷൻ 55 മുതൽ സെക്ഷൻ 62 മുതലുള്ള വരെയുള്ള പോയിന്റുകളാണ് നമുക്ക് ഈ ഒരു ഫണ്ട്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് സെക്ഷൻ 56 ആണ്. സെക്ഷൻ 56ൽ ഡിസ്പോസൽ ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ആണ്. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല എന്നുണ്ടെങ്കിലും ട്രേഡോ കൊമേഴ്സോ മറ്റ് ബിസിനസ് ആക്ടിവിറ്റീസുകളെല്ലാം ക്യാരി ഓൺ ചെയ്യുന്നതാണ് സൊസൈറ്റിയും. അപ്പോൾ സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഒഴികെയുള്ള ഒരു ഫണ്ടുകളും മെമ്പേഴ്സിന് അവർക്ക് ഡിവിഡൻഡ് നൽകാനോ ബോണസ് നൽകാനോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അത് മനസ്സിലാക്കണം. നെറ്റ് പ്രോഫിറ്റ് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഡിവിഡൻഡ് നൽകുന്നതിനും ബോണസ് നൽകുന്നതിനും ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റു പല ഫണ്ടുകളും ഉണ്ട്. റിസർവ് ഫണ്ടുകളുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടുകളുണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളൊന്നും മെമ്പേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള റൂളുകൾ സെക്ഷൻ 56ൽ പറയുന്നുണ്ട്. അതേസമയം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെമ്പേഴ്സിന് അവർ നൽകുന്ന സർവീസുകൾക്ക് വേണ്ടി റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ ഓണറേറിയം പ്രൊവൈഡ് ചെയ്യാം, മറ്റ് അലവൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യാം. ഫണ്ടുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും അവർക്ക് ബോണസ് നൽകാനോ അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകാനോ ഉപയോഗിക്കാം. മറ്റു ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. അതേസമയം മെമ്പേഴ്സ് നൽകുന്ന ഏതെങ്കിലും സർവീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി റെമ്യൂണറേഷൻ, അലവൻസസ് ആൻഡ് ഓണറേറിയം ഇതുപോലുള്ള കാര്യങ്ങൾ ബൈലോ സ്പെസിഫൈ ചെയ്യുന്നത് പ്രകാരം പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് സാധാരണയായിട്ട് നെറ്റ് പ്രോഫിറ്റ് 2 മെത്തേഡിലൂടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ജനറലി ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഡിവൈഡഡ് ഇൻ ടു 2 ways. നമ്പർ 1 സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആൻഡ് ഫോർ അതർ പർപ്പസ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവുകൾ ഏതാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. മറ്റ് ഒരു ഭാഗമാണ് എന്തിനു ഉപയോഗിക്കാൻ പാടുള്ളൂ, അതർ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഏതെല്ലാം അതർ പർപ്പസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ഡിവിഷൻ നൽകുന്നത് ടു കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവാണ്.
കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം. അതുപോലെ തന്നെ ഈ 1969 ആക്ടിനെ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. 2014 എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2014 അമെൻമെൻറ്റ് പ്രകാരവും സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള ഏതെല്ലാം ഫണ്ടുകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിർബന്ധമായിട്ടും എല്ലാ സൊസൈറ്റീസുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിസർവുകളാണ് എന്ത് പറയുക? സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മീൻസ് the reserves to be constituted compulsorily as per statute under the Kerala Cooperative Societies Act 1969 and the Amendment Act 2014. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നോട്ട് ലെസ് ദാൻ 15% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ടാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15%-നേക്കാൾ കുറയാത്ത ഒരു എമൗണ്ട് എവിടേക്ക് മാറ്റിയിരിക്കണം? റിസർവ് ഫണ്ടിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ റിസർവ് ഫണ്ടിലേക്ക് മാറ്റേണ്ട എമൗണ്ടാണ് പറയുന്നത് നോട്ട് ലെസ് ദാൻ 15%. അതാണ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നോട്ട് ലെസ് ദാൻ 5% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റേണ്ടത് എഡ്യൂക്കേഷൻ ഫണ്ട് നോട്ട് ലെസ് ദാൻ 5% ആണ്. നോട്ട് ലെസ് ദാൻ 5%. അപ്പോൾ 5%-നേക്കാൾ കുറയാത്ത ഒരു എമൗണ്ട്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു എമൗണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിയിരിക്കണം. ഈ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ 5% പറഞ്ഞു കഴിഞ്ഞാലും മാക്സിമം എമൗണ്ട് ഇത് 60,000 റുപ്പീസാണ്. ഇതിനേക്കാൾ കൂടാനും പാടില്ല. മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 ആണ്. ഇതിനേക്കാൾ കുറയാനും പാടില്ല. ഇത്രയും എമൗണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നൽകിയിരിക്കണം. സാധാരണ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. അത് നോക്കണം. ഒരു യൂണിയനാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഫണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഈ ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് 5%-നേക്കാൾ കുറയാത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ. നമ്പർ 3 പറയുന്നത് നോട്ട് ലെസ് ദാൻ 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കാണ് മൂന്നാമത്തത്. ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ് കോപ്പറേറ്റീവ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ 5% ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടാണ്. സബ്ജക്റ്റ് ടു മാക്സിമം 1 lakh. 10% മാറ്റേണ്ടത് മെമ്പേഴ്സിൻ്റെ റിലീഫ് ഫണ്ട്. 4th പോയിൻ്റാണ് പറയുന്നത്. മെമ്പേഴ്സ് റിലീഫ് ഫണ്ട്. ആ റിലീഫ് ഫണ്ടിലേക്ക് 10% ആണ് മാറ്റേണ്ടത്. പക്ഷെ മാക്സിമം 1 lakh റുപ്പീസിനേക്കാളും കൂടുതലാകാൻ പാടില്ല. 10%-നേക്കാൾ കുറയരുത്. പക്ഷേ ഈ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആകാനും പാടില്ല. ഇത്രയും എമൗണ്ട് ഇതിലേക്ക് കൊടുക്കണം. കോപ്പറേറ്റീവ് ഈ മെമ്പേഴ്സിൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് മാറ്റണം. ലാസ്റ്റ് പറയുന്നത് നോട്ട് ലെസ് ദാൻ 7% ഓഫ് ദി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ മാത്രം, അത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ആണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അഗ്രികൾച്ചറൽ അല്ലാത്ത അതർ സൊസൈറ്റീസുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ഈ പറയുന്ന ഫണ്ട് എന്ത് ചെയ്യേണ്ട? ട്രാൻസ്ഫർ ചെയ്യേണ്ട. അപ്പോൾ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് 7%-നേക്കാൾ കുറയാത്ത ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇത്രയാണ് നമുക്ക് പറയുന്നത്
സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവ് ഫണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞു റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം, മെമ്പേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് മാറ്റണം. ഒരു ഫണ്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട്, അത് അഗ്രികൾച്ചറൽ സ്റ്റെബിലൈസേഷനാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് മാത്രം ബാധകമായതുകൊണ്ടാണ്, ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു അവർക്ക് ഫണ്ടാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. ഇനി ബാക്കി വരുന്ന ഫണ്ടുകൾ, ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2 ഡിവിഷനാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം, മറ്റൊരെണ്ണം അതർ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതർ പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതർ പർപ്പസ് പറയുന്നത് ഫസ്റ്റ് വൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ദ മെമ്പേഴ്സ് അറ്റ് ദി റേറ്റ് നോട്ട് എക്സീഡിങ് 25% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷെ അതെന്താവാൻ പാടില്ല, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറഞ്ഞത് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആണ് ഓൺ ദി ബേസ് ഓഫ് ദി വോളിയം ഓഫ് ബിസിനസ് ഡൺ ബൈ ദം വിത്ത് ദ സൊസൈറ്റി. ബോണസ് നൽകുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷേ ബോണസ് നൽകുന്നതിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത് പറയാൻ പറ്റില്ല. ബോണസ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് വേരിയേഷൻ ഉണ്ടാവാം. സൊസൈറ്റി എത്ര ബിസിനസ് നടത്തി അതിൻ്റെ ബേസിൽ, ആ ലാഭത്തിൻ്റെ ബേസിലൊക്കെയാണ് ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബോണസിൻ്റെ റേറ്റ് പറയുന്നില്ല. നെക്സ്റ്റ് പറഞ്ഞത് നോട്ട് മോർ ദാൻ 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ബാക്കി വരുന്ന എമൗണ്ടിൽ 10% എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഏതെല്ലാം ചാരിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് 1980 സെക്ഷൻ 2 പറയുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് നൽകാനായിട്ട് പാടില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ഏതെല്ലാം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്യാമെന്നുള്ളത് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ടിൽ സെക്ഷൻ 2 പറയുന്നുണ്ട്. അത് പ്രകാരം 10% കൊടുക്കാം. നോട്ട് മോർ ദാൻ 10% ആണ്. നെക്സ്റ്റ് ബാലൻസ് വരുന്ന എമൗണ്ടുകളിൽ ബിൽഡിംഗ് ഫണ്ടിലേക്ക്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടിലേക്ക്, കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്കെല്ലാം 10%-നേക്കാൾ കുറയാത്ത എമൗണ്ട് മാറ്റിവെക്കാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടുകളും അതുപോലെ തന്നെ അതർ ആയിട്ട് വരുന്ന ഫണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടുകളും നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കേണ്ടത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 56 ആണ്. 2 ഡിവിഷനായിട്ടാണ് നെറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പർപ്പസിന് വേണ്ടി, അതർ പർപ്പസിന് വേണ്ടി. സ്റ്റാറ്റ്യൂട്ടറി പർപ്പസിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ബാലൻസ് വരുന്ന എമൗണ്ടാണ് അതർ പർപ്പസിന് നൽകേണ്ടത്. അതർ പർപ്പസിൽ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏതായിരുന്നു, ഫസ്റ്റ് വൺ പറയുന്നത് ഒന്ന് ഡിവിഡൻ്റാണ്, ഡിവിഡൻഡ്. മറ്റൊരെണ്ണം ഡിവിഡൻഡ് പറയുമ്പോൾ നോട്ട് എക്സീഡിങ് 25% ആണ്. മറ്റൊരെണ്ണം പറയുന്നത് ബോണസ് നൽകുന്നതിന് വേണ്ടിയാണ്. തേർഡ് പോയിന്റ് പറയുന്നത് ബോണസ് നൽകി കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയാണ്. ചാരിറ്റബിൾ പർപ്പസിന് റേറ്റ് ഇല്ല. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% ആണ്. പക്ഷേ ഏത് ടൈപ്പിലുള്ള ഇത് കൊടുക്കണമെന്നുള്ളത് നിയമപ്രകാരം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് യൂസ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അതർ പർപ്പസുകളാണ് അല്ലേ. അപ്പോൾ അതർ പർപ്പസ് എന്ന് പറയുമ്പോൾ കോമൺ ഗുഡ് ഫണ്ട്, അതായത് വെൽഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബിൽഡിംഗ് ഫണ്ട്, സൊസൈറ്റിയുടെ തന്നെ പ്രൊമോഷന് വേണ്ടി ബിൽഡിംഗ് ഫണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ ഈക്വലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇതിലേക്കൊക്കെ വേണ്ടി റിമൈനിങ് വരുന്ന എമൗണ്ട് ഉപയോഗിക്കുക. അപ്പോൾ കോമൺ ഗുഡ് അതർ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതർ ഫണ്ടുകളിലേക്ക് മാറ്റിവെക്കാം. ഇതാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റൂൾ 53 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞതാണ്. 5% നോട്ട് ലെസ് ദാൻ 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് യൂണിയനാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. എന്തിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ
കോപ്പറേറ്റീവിൻ്റെ പ്രൊപ്പഗൻഡ പ്രചരണം നടത്തുന്നതിന് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ബൈലോയിൽ നിഷ്കർഷിച്ചിട്ടുള്ള ചില പ്രൊവിഷൻസുകൾക്ക് വിധേയമായിട്ടുമാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് റൂൾ 53 പറയുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് പറയുന്നത് റൂൾ 53 അപ്പോൾ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5%-നേക്കാൾ നോട്ട് ലെസ് ദാൻ 5% അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാക്സിമം 60,000 റുപ്പീസും ആകരുത്. അതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാകാനും പാടില്ല, 2,000 രൂപയിൽ കുറയാനും പാടില്ല. ഇത്രയും എമൗണ്ട് എല്ലാ സൊസൈറ്റീസുകളും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് മാറ്റിവെക്കണം. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ലോസ് വരുന്ന സൊസൈറ്റിയാണെന്ന് വിചാരിക്കുക. നെറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും ഈ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് ഇതിൻ്റെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂണിയനാണ്. അപ്പോൾ എല്ലാ സൊസൈറ്റീസുകളും ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഈ നിശ്ചിത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഓഡിറ്റ് കഴിഞ്ഞാലാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ വരുള്ളൂ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ ഡേറ്റ് മുതൽ വിതിൻ 2 monthsനകം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഈ ഫണ്ടിൻ്റെ വിഭാഗത്തിലേക്ക് 5%-നേക്കാൾ കുറയാത്ത എമൗണ്ട്, അല്ലെങ്കിൽ 60 ഓർ മിനിമം 2,000 റുപ്പീസായിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലാഭമില്ലെന്ന് വിചാരിച്ചുകൊണ്ടും ഈ പറയുന്ന എക്സംഷൻ ആർക്കുണ്ടാവില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കില്ല. നിർബന്ധമായും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിയിരിക്കണം. ഇനി പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. സാധാരണ ഓരോ ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും എങ്ങനെയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി ഇൻ ദി ഫോളോയിങ് മാനർ. ഫസ്റ്റ് വൺ പറയുന്നത്, അതായത് എല്ലാ അപ്പെക്സ് ഫെഡറേഷൻസുകൾ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അർബൻ ബാങ്കുകൾ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, അതുപോലെ തന്നെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ. ഈ സൊസൈറ്റീസുകളെല്ലാം ഗ്രേഡ് തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, സൂപ്പർ ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രേഡ് 1 പറയുന്ന സൂപ്പർ ഗ്രേഡ് ആയിട്ടുള്ള ക്ലാസ് 1 പറയുന്ന അപ്പെക്സ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റീസുകൾ, ഇവരെല്ലാവരും, ഇത്തരം സൊസൈറ്റീസുകളെല്ലാം 5,000 റുപ്പീസാണ് എവിടേക്ക് കൊടുക്കേണ്ടത്, ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കായിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് 1 ആയിട്ടുള്ളതും അല്ലെങ്കിൽ ക്ലാസ് 2, 3, 4 വരുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് 1 3,000 റുപ്പീസും, ക്ലാസ് 2, 3, 4 എന്ന് പറയുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് 2,000 ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അപ്പെക്സ് ആവാം, സെൻട്രൽ ആവാം, അർബൻ ആവാം, അത് ക്ലാസ് 1 ആണ്, ഗ്രേഡ് 1 ആയിട്ട് വരുന്നതാണ്. ഇതിവിടെ എന്ന് പറഞ്ഞാൽ ക്ലാസ് 1 ആണ്, പക്ഷേ അതേതാണ്, പ്രൈമറി അഗ്രികൾച്ചറലാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ വരുന്ന ക്ലാസ് 1 3,000ഉം ക്ലാസ് 2, 3, 4 2,000 റുപ്പീസുമാണ് കോൺട്രിബ്യൂഷൻ നൽകേണ്ടത്. Another one, societies other than primary credit societies, bank, except school society and primary society. ഇത് രണ്ടും അല്ലാത്ത സൊസൈറ്റീസുകൾ ഉണ്ടായിരിക്കും. അതിലും ഇപ്പോൾ സ്കൂൾസുകളിലോ കോളേജുകളിലോ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഉണ്ടായിരിക്കും. അവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള സൊസൈറ്റീസുകളെല്ലാം 2,000 റുപ്പീസാണ് എവിടേക്ക് നൽകേണ്ടത്, ഈ പറയുന്ന കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും സൊസൈറ്റീസുകൾ ഈ പറയുന്ന എമൗണ്ട് കൊടുക്കുന്നതിൽ ഡ്യൂ ആവുകയാണെങ്കിൽ, ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ 8% ഫൈനായിട്ട് നൽകിയിരിക്കണം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റോ ചീഫ് എക്സിക്യൂട്ടീവോ എന്ന് പറയുന്ന വ്യക്തികൾക്കാണ് ഇതിൻ്റെ ലാബിലിറ്റി. അവർ ഈ എമൗണ്ട് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് അടക്കം 8% എമൗണ്ട് എവിടേക്ക് നൽകിയിരിക്കണം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഫെയിലർ ആകുന്ന പക്ഷം
ഇതിലേക്ക് അടക്കാത്ത പക്ഷമാണ് ഈ 8% കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് റിസർവ് ഫണ്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. നമ്മൾ പഠിച്ചതാണ് റിസർവ് ഫണ്ടുകൾ സാധാരണയായിട്ട് എത്രയാണ് മാറ്റിവെക്കേണ്ടത് എന്നുള്ളത് പഠിച്ചതാണ്. റിസർവ് ഫണ്ടിലേക്ക് വരുന്ന എമൗണ്ടുകളും നമുക്കറിയാം. പക്ഷേ ഈ റിസർവ് ഫണ്ടിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ യൂസാണ് നമുക്കിവിടെ സെക്ഷനിൽ പറയാനുള്ളത്. മെയിനായിട്ടും എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും സ്റ്റാറ്റ്യൂട്ടറിലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫണ്ടാണ് റിസർവ് ഫണ്ട് അല്ലേ. അപ്പോൾ റിസർവായിട്ട് വെക്കുമ്പോൾ തന്നെ ദിസ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ടു മീറ്റ് ദി അൺഫോർസീൻ കോണ്ടിജൻസീസ് ഓർ ടു മീറ്റ് ദ ലോസ് ഇൻ ഫ്യൂച്ചറാണ്. നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന നഷ്ടങ്ങളോ നികത്തുന്നതിന് വേണ്ടിയാണ് റിസർവ് ഫണ്ട് യൂസ് ചെയ്യേണ്ടത്. അതായത് ഡേ ടു ഡേ ആയിട്ടുള്ള ഓപ്പറേഷൻസുകൾക്ക് യൂസ് ചെയ്യുന്ന ഫണ്ടല്ല ഏത് ഫണ്ട്, റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും ബാധകമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എവിടേക്ക് മാറ്റിയിരിക്കണം, റിസർവ് ഫണ്ടിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ അത് ഡേ ടു ഡേ ആയിട്ട് വരുന്ന ഓപ്പറേഷൻസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഫ്യൂച്ചർ പർപ്പസുകൾക്ക് വേണ്ടി, ഫ്യൂച്ചറായിട്ട് വരുന്ന ലോസുകൾ മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണത് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ഈ പറയുന്ന റിസർവ് ഫണ്ടുകൾ ഫിനാൻസിങ് ബാങ്കുകളിൽ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ പെർമിറ്റ് ചെയ്യുന്ന ഫിനാൻസിങ് ബാങ്കുകളിലാണ് ഈ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. റിസർവ് ഫണ്ടിൽ നിന്നുള്ള എമൗണ്ടുകൾ മെമ്പേഴ്സിനിടയിൽ വിഭജിക്കാനായിട്ട് പാടില്ല. ഇൻഡിവിസിബിളായിട്ടുള്ള ഒരു ഫണ്ടായിരിക്കണം റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളുടെ ഏതെങ്കിലും ലാബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ആ ലാബിലിറ്റി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കടബാധ്യതകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സെയിൽ ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനോ റിസർവ് ഫണ്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. റിസർവ് ഫണ്ട് എപ്പോഴായിരിക്കും യൂസ് ചെയ്യുക, ഫ്യൂച്ചറായിട്ടുള്ള പർപ്പസുകൾക്ക്. അതായത് നമുക്ക് എന്തെങ്കിലും ലോസുകൾ വരികയാണെങ്കിൽ വൈൻഡപ്പ് പീരീഡുകളിലൊക്കെയാണ് ഈ പറയുന്ന റിസർവ് ഫണ്ടുകൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വൈൻഡപ്പ് പീരീഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ലിക്വിഡേറ്റർ ഈ ഫണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഏതെല്ലാം ഒബ്ലിഗേഷൻസുകളുണ്ടോ ഡെപ്റ്റുകളുണ്ടോ ആ ഡെപ്റ്റുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈൻഡപ്പ് പീരീഡിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടുകൾ അവർക്കുണ്ടാകുന്ന ലോസുകൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസുകൾ അത് മീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഏതെല്ലാം ഒബ്ലിഗേഷൻസുകൾ ലാബിലിറ്റീസുകളാണ് ഫസ്റ്റിലി മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് എനി എമൗണ്ട് ഡ്യൂ ടു ദ ഗവൺമെൻറ്. സൊസൈറ്റി ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും എമൗണ്ട് നൽകാനുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കാം. അതർ ഡെപ്റ്റ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ മറ്റ് ഡെപ്റ്റുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ടു റിട്ടേൺ ഷെയർ ക്യാപിറ്റൽ ടു മെമ്പേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യുന്ന പർപ്പസ്, അല്ലെങ്കിൽ ടു പേ ഡിവിഡൻഡ് ഫോർ ദ പീരീഡ്, ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി. അപ്പോൾ ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി ഈ റിസർവ് ഫണ്ട് ഉപയോഗിക്കാനായിട്ട് സാധാരണ നെറ്റ് പ്രോഫിറ്റാണ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ റിസർവ് ഫണ്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എത്രയാണ്, 25%. പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ എക്സീഡ് ചെയ്യരുത്. 25%-നേക്കാൾ നോട്ട് എക്സീഡാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ 10%-നേക്കാൾ കൂടുതൽ ഡിവിഡൻറ്റ് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ റിസർവ് ഫണ്ട് എന്തിനു ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, ഡിവിഡൻറ്റ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ 10%-നേക്കാൾ കൂടുതൽ ഡിവിഡൻറ്റ് ആ വർഷം സൊസൈറ്റി നൽകിയിട്ടില്ലെങ്കിൽ നിയമപ്രകാരം റിസർവ് ഫണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇത്തരം ലാബിലിറ്റീസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് ഗവൺമെൻറ് ലാബിലിറ്റി, അതർ ലാബിലിറ്റീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യാൻ, ഡിവിഡൻഡ് കൊടുക്കാൻ. ഡിവിഡൻഡ് എല്ലായ്പ്പോഴും കൊടുക്കാനല്ല,
ആ വർഷം 10%-നേക്കാൾ കൂടുതൽ ആ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സാധാരണ എത്ര കൊടുക്കണം? 25%-നേക്കാൾ അത്രയെങ്കിലും കൊടുത്തിരിക്കേണ്ടതാണ്. ഇവിടെ 10% കൊടുത്തില്ലെങ്കിൽ റിസർവ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിവിഡൻഡ് പേ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ലാബിലിറ്റീസുകളെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് റിസർവ് ഫണ്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെ? ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ, ഗവൺമെൻറ്റിൻ്റെ ക്ലെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ. പക്ഷെ ഇതിനെല്ലാം റിസർവ് ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ഫണ്ട് എത്രമാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ലോസുകളായിക്കഴിഞ്ഞാലും ലാബിലിറ്റീസുകളായിക്കഴിഞ്ഞാലും മീറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റിസർവ് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോസുകൾ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി വരുന്ന എമൗണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, റിമൈനിങ് ആയിട്ടുള്ള ബാലൻസ് റിസർവ് ഫണ്ടിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെയും സമ്മതപ്രകാരം അവർ തീരുമാനിക്കുന്ന പക്ഷം ഒരു പബ്ലിക് യൂട്ടിലിറ്റി പർപ്പസുകൾക്ക് വേണ്ടി ഈ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഫണ്ട് ഇനിയും റിമൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫണ്ടില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫണ്ട് റിമൈനിങ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ ജനറൽ ബോഡിയോ രജിസ്ട്രാറും കൂടെ തീരുമാനിക്കുന്ന പ്രകാരം പബ്ലിക് യൂട്ടിലിറ്റി പർപ്പസുകൾക്ക് വേണ്ടി റിസർവ് ഫണ്ട് യൂസ് ചെയ്യാം. അതാണ് റിസർവ് ഫണ്ടിൻ്റെ റൂള് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ടാണ്. റിസർവ് ഫണ്ട് യൂസ് ചെയ്യാവുന്ന ഏരിയാസുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇതിൽ പറയുന്നത് റിസർവ് ഫണ്ടുകളെ എവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്ന റൂൾ 60 ആണ് പറയുന്നത്. റൂൾ 60-ൽ മോഡ് ഓഫ് റിസർവ് ഫണ്ടാണ്. റൂൾ 60-ൽ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഫണ്ട് യൂസ് ചെയ്യാം. പക്ഷെ അതിന് വേണ്ടി റിസർവ് ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് റൂൾ 60-ൽ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് വൺ പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളാണ് എന്നുണ്ടെങ്കിൽ എവിടെയാണ് അവരുടെ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലായിരിക്കണം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റി, അത്തരത്തിലുള്ള പ്രൈമറി ലെവലിൽ വരുന്ന എല്ലാ സൊസൈറ്റീസുകളും അതിന് തൊട്ടു മുകളിൽ വരുന്ന ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലായിരിക്കണം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്ട്രിക്റ്റ് സൊസൈറ്റി ആവാം, സെൻട്രൽ സൊസൈറ്റി ആവാം, അവരാണെന്നുണ്ടെങ്കിൽ ആ റിസർവ് ഫണ്ട് അപ്പെക്സ് സൊസൈറ്റീസുകളിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രൈമറി തലത്തിലുള്ളതാണെങ്കിൽ പ്രൈമറി ആണ് ഏറ്റവും താഴെ വരുന്നത് അല്ലേ? അപ്പോൾ പ്രൈമറി എന്ത് ചെയ്യണം? തൊട്ട് മുകളിലുള്ള ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ചെയ്യണം. അതർ സൊസൈറ്റീസുകളുണ്ട്, പ്രൈമറി അല്ലാത്ത സൊസൈറ്റി. അതർ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് ലെവലിൽ വരുന്നതാവാം, സെൻട്രൽ ലെവലിൽ വരുന്നതാവാം. അവരൊക്കെ എവിടെ കൊടുക്കണം? അപ്പെക്സ് സൊസൈറ്റീസിലാണ് ചെയ്യേണ്ടത്. അപ്പെക്സ് സൊസൈറ്റീസിലാണ് അവിടെ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പെക്സ് ബാങ്കുകളിൽ, അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി വരുന്ന മറ്റ് സൊസൈറ്റീസുകളുണ്ട്, അതായത് നമ്മൾ പറഞ്ഞ എക്സ്ക്ലൂസീവായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി വരുന്ന ഒരുപാട് സൊസൈറ്റീസുകളുണ്ട് അല്ലേ? അപ്പോൾ ആ സൊസൈറ്റികളെല്ലാം അവരുടെ റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന പ്രകാരമാണ്. ഒന്നുകിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് സെക്യൂരിറ്റീസുകളിലോ. ട്രസ്റ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള എത്രയും വേഗത്തിൽ എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുന്ന സെക്യൂരിറ്റീസുകളിൽ എന്ത് ചെയ്തിരിക്കണം? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ മറ്റുള്ള പർപ്പസുകൾക്കുള്ള സൊസൈറ്റീസുകളാണ് ഇത്തരത്തിൽ രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത എല്ലാ സൊസൈറ്റീസുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് പ്രൈമറി ആണെങ്കിൽ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ, അതർ സൊസൈറ്റി പ്രൈമറിക്ക് മുകളിൽ വരുന്ന സൊസൈറ്റീസുകളെല്ലാം അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കുകളിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണം എന്നുള്ള റൂളാണ് ഏതിൽ പറയുന്നത്? റൂൾ 60-ൽ പറയുന്നത് അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ചില കേസുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, അതായത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ മറ്റേതെങ്കിലും പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം രജിസ്ട്രാർക്ക് അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിസർവ് ഫണ്ട്
എന്തിനു വേണ്ടി ഉപയോഗിക്കാം? അതായത് സൊസൈറ്റിയുടെ ജനറൽ ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് 50% വരെ സൊസൈറ്റിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. റിസർവ് ഫണ്ടിൻ്റെ 50% വരെ സൊസൈറ്റിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി രജിസ്ട്രാറുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരമോ ജനറൽ ഓർഡർ പ്രകാരമോ റിസർവ് ഫണ്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൊസൈറ്റി അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും രജിസ്ട്രാർ അതെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈഡ് ആവണം. രജിസ്ട്രാർക്ക് അത് നെസസിറ്റി ആണെന്ന് തോന്നുന്ന പക്ഷം റിസർവ് ഫണ്ടിൻ്റെ 50% എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി റിസർവ് ഫണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റാണ്. നോൺ ബാങ്കിങ് അസറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 56A പറയുന്നത്. സെക്ഷൻ 56A ഇതിൽ പറയുന്നത് നോൺ ബാങ്കിങ് അസറ്റാണ്. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോണുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വരിക, ഡ്യൂ വരിക, റീപേയ്മെൻ്റ് ഒക്കെ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അസറ്റുകളൊക്കെ എന്ത് ചെയ്യാം? സൊസൈറ്റി റിക്കവർ ചെയ്യാം. അപ്പോൾ ഈ അസറ്റുകളെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആരുടെ അസറ്റാണ്? ബാങ്കിൻ്റെയാണ്. പക്ഷേ ബാങ്കിൻ്റെ ഒറിജിനൽ അസറ്റ് അല്ല. ഈ ബോറോവേഴ്സ് റീപേയ്മെൻറ്റ് ചെയ്യാത്ത പക്ഷം അവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള അസറ്റുകളാണ് നോൺ ബാങ്കിങ് അസറ്റ്. ഈ അസറ്റ്സുകൾ ഡിസ്പോസൽ ചെയ്തിരിക്കണം. ആ ഡിസ്പോസലിനെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? 56A പറയുന്നത്. അത് ഒരുപാട് വർഷങ്ങളോളം ഈ പറയുന്ന സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കീപ്പ് ചെയ്യാനായിട്ട് പാടില്ല. വിതിൻ 7 ഇയേഴ്സിനകം ഇത്തരത്തിലുള്ള അസറ്റ്സുകൾ ഡിസ്പോസൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ് റൂള്. ഇപ്പോൾ ഒരു 10 lakhs rupeesൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ളൊരു എൻ്റെ വീട്, ഭൂമി ബാങ്ക് എന്ത് ചെയ്തു ചാർജ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 years വരെ മാത്രമേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ഈ വീടോ അല്ലെങ്കിൽ സ്ഥലമോ അവരുടെ കൈവശം വെക്കാനായിട്ട് പാടുള്ളൂ. 7 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന അസറ്റ്സിനെ ഡിസ്പോസൽ ചെയ്തിരിക്കണം. ഡിസ്പോസൽ ചെയ്യാതെ വെച്ചിരിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. അപ്പോൾ 7 വർഷത്തിനകം ഡിസ്പോസ് ചെയ്യുന്ന റൂളാണ് 56A പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടുകൾ ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം? നമ്മൾ റിസർവ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല പറയുന്നത്, അതർ ഫണ്ടുകളുണ്ട്. അതർ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, ഫണ്ടുകളായിട്ട് പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെക്കാറുണ്ട്. ആ മാറ്റിവെക്കുന്ന ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് സെക്ഷൻ 56 പറയുന്നത്. സെക്ഷൻ 56 പറയുന്നത് റൂൾ 54 ഈ നിയമത്തിന് തന്നെയാണ് പറയുന്നത്. ഈ നിയമപ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് പറയുന്നത് ഫസ്റ്റ് വൺ അതിൻ്റെ പ്രൊസീജിയർ എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഗവൺമെൻറ് സേവിങ് ബാങ്കുകളിൽ ചെയ്യാം. നമ്പർ 2 ഇൻ എനി ബാങ്ക് അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ. അതർ വൺ ഇൻ എനി അതർ സെക്യൂരിറ്റീസ് സെക്ഷൻ 20 ഓഫ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. ഇന്ത്യൻ എല്ലാ സെക്യൂരിറ്റീസുകളിലും ചെയ്യാനായിട്ട് പാടില്ല. 1882 സെക്യൂരിറ്റീസ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ പറയുന്ന സെക്ഷൻ 20 സ്പെസിഫൈ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസുകളുണ്ട്. അവിടെ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയർ ഇൻ ഷെയർസ് ഓഫ് സെക്യൂരിറ്റീസ് എനി അതർ സൊസൈറ്റി അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓർ ജനറൽ ബോഡി ഓർ സ്പെഷ്യൽ ഓർഡർ. ഇനിയും ബാക്കിയും ഫണ്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് രജിസ്ട്രാറോ ജനറൽ ബോഡിയോ നിർദ്ദേശിക്കുന്ന പക്ഷം അത്തരത്തിലുള്ള ഷെയർസുകളിൽ സെക്യൂരിറ്റീസുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇനി റൂൾ 54 സ്പെസിഫൈ ചെയ്തിട്ടുള്ള റൂളുകളുണ്ട്. അവിടെ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റൊരു റൂള് പറയുന്നത് സൊസൈറ്റിയുടെ ഇത്തരം ഫണ്ടുകൾ നമ്മൾ നിയമപ്രകാരം ഇതിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് സേവിങ് ബാങ്കുകളിൽ, ട്രസ്റ്റ് ആക്ട് 1882 സെക്ഷൻ 20 പറയുന്ന സെക്യൂരിറ്റീസുകൾ, അല്ലെങ്കിൽ ജനറൽ ബോഡിയോ രജിസ്ട്രാറോ നിർദ്ദേശിക്കുന്ന സെക്യൂരിറ്റീസുകളിൽ ഇവിടെ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷേ സൊസൈറ്റീസുകൾക്ക് രജിസ്ട്രാറിൽ നിന്നും ഒരു പ്രീവിയസ് ആയിട്ടുള്ള സാങ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി സൊസൈറ്റി അത് എന്ത്
ചെയ്യണം? റിട്ടേൺ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം? ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലീസിങ് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് ബിൽഡിങ്ങിൻ്റെ അക്വിസിഷനോ റിന്യൂവലോ എക്സ്പാൻഷനോ ഇതിനു വേണ്ടിയൊക്കെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ എത്രയും വേഗത്തിൽ റീകൂപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനവും നൽകിയിരിക്കണം. രജിസ്ട്രാർ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ടുകൾ ഇത്തരം പർപ്പസുകൾക്ക് വേണ്ടി ലാൻഡ് ലീസിങ് ചെയ്യാൻ, അക്വിസിഷൻ ചെയ്യാൻ, ബിൽഡിങ്ങിൻ്റെ റിനോവേഷന് വേണ്ടി അല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടി എല്ലാം ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിച്ച ഫണ്ട് റീകൂപ്പ് ചെയ്യണം. റീകൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടണം. അത് തിരിച്ചു കിട്ടുന്നത് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ പറയാണ് 2 വർഷത്തിനുള്ളിൽ ഈ ഉപയോഗിച്ച ഫണ്ട് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? ഈ ഫണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇൻ ഷോർട്ട്, ദ അതർ ഫണ്ട്സ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി രജിസ്ട്രാർ ആൻഡ് ജനറൽ ബോഡി. ഇതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് സെക്ഷൻ 57A. സെക്ഷൻ 57A പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ചിട്ടാണ്. അതായത് ഫണ്ടുകളിൽ നമുക്ക് സാധാരണയായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് ഏത് ഫണ്ട്? ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ടുകളുടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ, എന്ത് മാനേഴ്സാണ് അതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്ഷൻ 57A പറയുന്നത്. അപ്പോൾ ഈ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. മെയിനായിട്ടും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആണ്. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേരിന് തന്നെ എന്താണ്? ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടാണ് അല്ലേ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഫണ്ടിനെ പറയുക കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്നാണ്. പക്ഷേ ഇതിൻ്റെ സ്കീമാണ് കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ആ സ്കീം പ്രകാരം ഏതെല്ലാം യൂസിനാണ് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ലോൺസുകളും അഡ്വാൻസുകളും ഈ ഫണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് പറയുന്നത് ഫോർ സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി എഗെയിൻസ്റ്റ് എനി ലോസ് ഓർ ഡാമേജ് ഓഫ് ദെയർ അസറ്റ്സ് ഓർ പ്രോപ്പർട്ടി. സൊസൈറ്റിയുടെ അസറ്റ്സുകളോ പ്രോപ്പർട്ടീസുകളോ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസറ്റ്സുകൾക്ക് ലോസോ ഡാമേജോ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഫണ്ട് അനുവദിക്കുക. അപ്പോൾ അതിനുവേണ്ടി സൊസൈറ്റികൾക്ക് ലോൺസും അഡ്വാൻസും ഈ ഫണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. മറ്റൊരു ആവശ്യത്തിന് കൊടുക്കുന്നത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. മറ്റൊരെണ്ണം പറയുന്നത് ഫോർ എനി അതർ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ഇൻ ദ സ്കീം. ഇപ്പോൾ കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ പറയുന്ന ചില ആക്ടിവിറ്റീസുകളുണ്ട്. ആ ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടിയും എന്ത് നൽകാം? ഈ പറയുന്ന ഫണ്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഫണ്ട് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് സൊസൈറ്റീസുകൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ്. പക്ഷേ സ്കീം പ്രകാരം മാത്രമേ ഇതെന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം. എന്തിനു വേണ്ടി? അസറ്റ്സുകളുടെ സേഫ് ഗാർഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡാമേജോ ലോസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു ലോസിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ സ്കീം പ്രകാരം ഇതൊക്കെ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോയിൻ്റാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ദ സ്കീം ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് മാറ്റേഴ്സ്. സെക്ഷൻ 57 ആക്ട് എയിൽ ഇതിൻ്റെ മാനറിസം എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ദ മാനർ ഇൻ വിച്ച് കോൺട്രിബ്യൂഷൻ ടു ഫണ്ട്, ആരൊക്കെ ഏതെല്ലാം സൊസൈറ്റീസുകളാണ് ഈ ഫണ്ടിലേക്ക് എമൗണ്ട് നൽകേണ്ടത്. ദ ടൈം ആൻഡ് റേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ, എത്ര സമയത്തിനുള്ളിൽ എത്ര എമൗണ്ട് ഈ ഫണ്ടിലേക്ക് സൊസൈറ്റീസുകൾ എമൗണ്ട് നൽകിയിരിക്കണം. മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഫണ്ട്, ഗവൺമെൻറ്റാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫണ്ട് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത് പറയുന്നുണ്ട്, ആ സ്കീമിൽ പറയുന്നുണ്ട്.
ദി പർപ്പസ് ഫോർ വിച്ച് ഫണ്ട് മേ ബി യൂട്ടിലൈസ്ഡ്. ഏതെല്ലാം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഈ ഫണ്ടിന് വേണ്ടി ഒരു ഫണ്ട് നമ്മൾ രൂപീകരിക്കുമ്പോൾ ഈ ഫണ്ട് ഒരു അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഫണ്ട് അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന പ്രൊസീജിയർ, അതുപോലെ തന്നെ ഈ ഫണ്ടിൽ പറയുന്ന എമൗണ്ടുകൾ എന്തെല്ലാം കണ്ടീഷൻസുകൾക്ക് വിധേയമായിട്ടായിരിക്കണം നൽകേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ ഫണ്ടിൽ നിന്നും കുറച്ച് ലോൺ വാങ്ങി അല്ലെങ്കിൽ ഗ്രാൻഡായിട്ട് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അത് എന്തെല്ലാം രീതിയിൽ ചിലവഴിക്കാം എന്ന് പറയുന്ന ഒരു മോഡും ഈ സ്കീമിൽ പറയുന്നുണ്ട്. എനി അതർ മാറ്റർ വിച്ച് സീംസ് നെസസറി ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം. ഇനി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനോ അതർ പർപ്പസുകൾക്ക് വേണ്ടിയോ കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഈ സ്കീമിൽ പ്രത്യേകം പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള അക്കൗണ്ട് അതിലേക്ക് ഉണ്ടായിരിക്കണം. ആ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്, എന്തെല്ലാം സ്കീമുകൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു, എത്ര എമൗണ്ട് വീതമാണ് നൽകേണ്ടത്, എന്തെല്ലാം കണ്ടീഷൻസുകൾക്ക് വിധേയമായിട്ടാണ് ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്കീം പ്രകാരം ആക്ടിൽ സെക്ഷൻ 57A ആണ് അല്ലേ ഇതിൻ്റെ റൂള് പറയുന്നത്. അപ്പോൾ ആ 57A പ്രൊവിഷനായിട്ട് ഓരോ സെക്ഷൻ റൂളുകളായിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പോയിന്റുകളാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതായത് റിസർവ് ഫണ്ടിനെ കുറിച്ച്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ, റിസർവ് ഫണ്ട് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പറഞ്ഞത് നോൺ ബാങ്കിങ് അസറ്റ് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളാണ്, അതർ ഫണ്ടുകൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ. ലാസ്റ്റ് പറഞ്ഞതാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു.